ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC എക്സാം യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ഭാഗത്ത് നിന്നും ഇന്ന് 3ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള 2 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാനായിട്ട്. കാരണം ഇതൊരു കണ്ടിന്യൂവേഷൻ വരുന്ന ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി വളരെ ഡെപ്തിൽ തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വരാൻ പോകുന്ന മെയിൻസ് എക്സാമിനേഷൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ പ്രസ്താവന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾക്ക് അതിൻ്റെ ആൻസർ സ്കോർ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ അത്യാവശ്യം ഡെപ്തിൽ പഠിച്ചു പോകുന്നത്. അപ്പോൾ മുന്നേത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വേണം ഈ ക്ലാസ് കാണാനായിട്ട്. ഓക്കെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഇലക്ഷൻ പ്രൊസീജിയർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, പ്രസിഡന്റ് ടേം പറഞ്ഞു, പ്രസിഡന്റിന്റെ ഓത്ത് പറഞ്ഞു അല്ലേ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ കുറച്ച് ആർട്ടിക്കിൾസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർട്ടിക്കിൾ 52 there shall be a president, ആർട്ടിക്കിൾ 53 എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ടു പ്രസിഡന്റ്, ആർട്ടിക്കിൾ 54 election of president, ആർട്ടിക്കിൾ 55 manner of election of president, ആർട്ടിക്കിൾ 56 ടേം ഓഫ് പ്രസിഡന്റ്, ആർട്ടിക്കിൾ 58 എന്താണ് എലിജിബിലിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പ്രസിഡന്റ്, ആർട്ടിക്കിൾ 60 ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ ഓഫ് ദ പ്രസിഡന്റ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിന്റെ പവേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രസിഡന്റിന്റെ പ്രധാനപ്പെട്ട പവേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആർട്ടിക്കിൾ 52 തൊട്ട് ആർട്ടിക്കിൾ 60 വരെ വന്നാൽ ആർട്ടിക്കിൾ 57 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ആർട്ടിക്കിൾസ് എല്ലാം കേട്ടിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ഒരു പേജ് എടുത്ത് ആർട്ടിക്കിൾ 52, 53 അങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ആർട്ടിക്കിൾ 57 ഇസ് ദ എലിജിബിലിറ്റി ഓഫ് റീ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രസിഡന്റ് ഇസ് എലിജിബിൾ ഫോർ റീ ഇലക്ഷൻ. പ്രസിഡന്റിന് ഒരു തവണ പ്രസിഡന്റ് ആയി എന്ന് കരുതിയിട്ട് വീണ്ടും ആവാൻ പാടില്ല എന്നൊന്നും ഇന്ത്യയിലില്ല. എത്ര തവണ വേണമെങ്കിലും പ്രസിഡന്റ് ആകാം വീണ്ടും. അപ്പൊ നമ്മുടെ പ്രസിഡന്റിന് ഹീസ് എലിജിബിൾ ഫോർ റീ ഇലക്ഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 57. ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ തവണ പ്രസിഡന്റ് ആയിട്ടുള്ളത് ഒരാളേ ഉള്ളൂ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലെ. ഞാൻ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ് പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് അതെല്ലാം പഠിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിച്ചോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണെങ്കിലും. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 57 എലിജിബിലിറ്റി ഫോർ റീ ഇലക്ഷൻ ആണ്. പ്രസിഡന്റ് വീണ്ടും ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പ്രസിഡന്റ് ആവാനും പറ്റുമെന്ന് പറയുന്നത് 57 ആണ്. ആർട്ടിക്കിൾ 58 എന്താ പറഞ്ഞിരുന്നത്? 58 പ്രസിഡന്റിന്റെ എലിജിബിലിറ്റി ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരുന്നത്. ആർട്ടിക്കിൾ 59 കണ്ടീഷൻസ് ഓഫ് പ്രസിഡൻസ് ഓഫീസ് അതിന്റെ കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് ഓഫ് പ്രസിഡൻസ് ഓഫീസ്, അതായത് നമ്മൾ പറഞ്ഞു ഒരു പ്രസിഡന്റിന് ഒരു ലോകസഭാ അംഗമോ ഒരു രാജ്യസഭാ അംഗമോ ആണെങ്കിൽ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് വേണം പ്രസിഡന്റ് ആവാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല പ്രസിഡന്റിന്റെ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 lakhs rupees ആണ് പ്രസിഡന്റിന്റെ സാലറി. അതുപോലെ പ്രസിഡന്റിന്റെ ഓഫീസ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവൻ അല്ലെ, പ്രസിഡന്റിന്റെ ഒഫീഷ്യൽ വസതിയാണ് രാഷ്ട്രപതി ഭവൻ. അത് വാടക കൂടാതെ അദ്ദേഹത്തിന്റെ സർവീസ് കാലം ആ രാഷ്ട്രപതി ഭവൻ ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ പ്രസിഡന്റിന് കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. പ്രസിഡന്റിന്റെ മെഡിക്കൽ അലവൻസ്, ഫോണ്, കാറ്, അങ്ങനെ അദ്ദേഹത്തിന്റെ ഓഫീസ് ചെലവ് ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ട ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 59 കണ്ടീഷൻസ് ഓഫ് പ്രസിഡൻസ് ഓഫീസ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 60 ഓത്താണ്, അഫർമേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ മുമ്പിലെ പ്രസിഡന്റ് ഓത്ത് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടാണ് അല്ലെ. ഇനി ആർട്ടിക്കിൾ 61 പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രസിഡന്റിനെ നീക്കം ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുക. അപ്പൊ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 61. ഇപ്പൊ നമ്മൾ 52 തൊട്ട് 61 വരെ ഉള്ള ആർട്ടിക്കിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 52 എന്താണ്? there shall be a president. 53 പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. 54 ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. 55 മാനർ ഓഫ് ഇലക്ഷൻ. 56 ടേം ആണ് പറയുന്നത്. 57 പറയുന്നത് എലിജിബിലിറ്റി ഫോർ റീ ഇലക്ഷൻ ആണ്. 58 എലിജിബിലിറ്റി ആണ്, ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. 59 പറയുന്നത് കണ്ടീഷൻസ് ഓഫ് പ്രസിഡൻസ് ഓഫീസ് ആണ്. 60 ഓത്ത് അല്ലെങ്കിൽ അഫർമേഷൻ ആണ്. 61 പറയുന്നത് പ്രൊസീജിയർ ഓഫ് ഇംപീച്ച്മെന്റ് ആണ്. 52 മുതൽ 61 വരെയുള്ള ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് എഴുതി വെക്കണം. ഓക്കെ, നൗ ലെറ്റ് us discuss what are the powers of Indian president. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, ഇന്ത്യൻ പ്രസിഡന്റ് പവേഴ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. We know Indian president, he is the first citizen of India അല്ലെ, ഇന്ത്യയുടെ പ്രഥമ പൗരനാണ്. he is the nominal head of our country. ഓൾസോ നമ്മുടെ സർവ്വ സൈന്യാധിപനുമാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. So these are the powers of Indian president. Executive powers, legislative powers, financial powers, judicial powers,
ഡിപ്ലോമാറ്റിക് പവേഴ്സ്, മിലിറ്ററി പവേഴ്സ് ആൻഡ് എമർജൻസി പവേഴ്സ്. ഇത്രയും അധികാരങ്ങളുണ്ട് അദ്ദേഹത്തിന്. വെറുതെ ഒരാളല്ല, ഒരു സ്ഥാനമല്ല, അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പവേഴ്സ് ഉണ്ട്, ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്, മിലിറ്ററി പവേഴ്സ് ഉണ്ട്, എമർജൻസി പവേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ എടുക്കാം, എക്സിക്യൂട്ടീവ് പവേഴ്സ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം നിർവഹിക്കുന്നതാണ് അല്ലേ, ഒരു നിർവഹണ അധികാരമാണ് ഈ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ, all executive actions of government of India are taken in the name of president. എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും, നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് ആക്ഷൻസും പ്രസിഡന്റിന്റെ പേരിലാണ് ഉള്ളത്. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആർ ടേക്കൺ ഇൻ ദ ഫോം ഓഫ് പ്രസിഡന്റ് ആണ്. ഓക്കെ, ഇനി പ്രസിഡന്റിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് പ്രസിഡന്റിന്. അദ്ദേഹത്തിന്റെ അധികാര പരിധിയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ക്രമാനുസൃതമായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. He can make rules for the convenient transaction of business of the union government and for the allocation of the said business among the ministers. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം, പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവും മന്ത്രിമാരോട്ടുള്ള ഒരു അധികാരവും അവരുടെ വിനിയോഗവും ഇതൊക്കെ സ്വതന്ത്രമായ രീതിയിൽ അവർക്ക് ചെയ്യാൻ സഹായമായ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ടെന്ന്. അതാണ് റൂൾസ് എന്ന് പറയുന്ന ഒരു പവർ. അദ്ദേഹത്തിന് അത്യാവശ്യം നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആർ ടേക്കൺ ഇൻ ദ നെയിം ഓഫ് പ്രസിഡന്റ് ആണ്. ഇപ്പൊ നമുക്ക് പ്രസിഡന്റിന്റെ റൂൾസിനെ പറ്റിയിട്ട് എത്ര നിയമനിർമ്മാണം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. പ്രധാനപ്പെട്ട പല പൊസിഷനിൽ ഇരിക്കുന്ന, പല പദവിയിൽ ഇരിക്കുന്ന ആളുകളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അല്ലെ. ഏതൊക്കെയാണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്ന? ആരെയൊക്കെയാണ്? പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഹിസ് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മുടെ രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. സ്റ്റേറ്റ് ഗവർണേഴ്സ് അപ്പോയിന്റഡ് ബൈ ഇന്ത്യൻ പ്രസിഡന്റ്, സ്റ്റേറ്റ് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് സോ ഓൺ, അങ്ങനെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആരാണ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത്, UPSC ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇങ്ങനെ പല ചോദ്യങ്ങളും നമ്മൾ PSC എക്സാമിനേഷൻസിൽ കാണാറുണ്ട്. അപ്പോൾ ഓർത്തോളൂ, ഈ ഇത്രയും അപ്പോയിന്റ്മെന്റ്സ് എല്ലാം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരമാണ്, അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, appointment of Attorney General of India, appointment of Chief Election Commissioner and other commissioners, appointment of Chairman and members of UPSC, appointment of State Governors and appointment of Chairman and members of Finance Commission and so on. Okay, ഇതെല്ലാം അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ്. ഇനി നെക്സ്റ്റ്, അപ്പോയിന്റ് എ കമ്മീഷൻ ഫോർ SC STs ആൻഡ് OBCs. അതായത് he can appoint a commission, ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ആളുകളുടെ എല്ലാം അവരുടെ അവസ്ഥയൊക്കെ പഠിക്കാൻ, സ്റ്റഡി ചെയ്യാൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് he can appoint a commission. ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം. എന്തിനാണ്? ഫോർ ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദി സിറ്റുവേഷൻസ് ഓഫ് SC ST ആൻഡ് OBCs, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതർ ബാക്ക്വേർഡ് ക്ലാസസിന്റെ കണ്ടീഷൻസിനെ, സിറ്റുവേഷൻസിനെ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിന് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, യൂണിയൻ ടെറിട്ടറീസ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ത്യൻ പ്രസിഡന്റിന് നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ്, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ, ഒരു അഡ്മിനിസ്ട്രേറ്റർ വഴി അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ടുള്ള പവർ ഉണ്ട്. അതായത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ കേന്ദ്രം നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് പറയാം. ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണം ഓരോ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വഴി നടത്താനുള്ള എക്സിക്യൂട്ടീവ് പവർ ആർക്കാണുള്ളത്? ഇന്ത്യൻ പ്രസിഡന്റിനാണുള്ളത്. He can declare a particular area scheduled area. He can declare a particular area scheduled area. ഏതെങ്കിലും ഒരു ഏരിയനെ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ, ഷെഡ്യൂൾഡ് ഏരിയയുടെ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. He can seek information about Prime Minister and his administration. അതായത് നമ്മുടെ കേന്ദ്ര ഭരണത്തെ പറ്റിയിട്ട് പ്രധാനമന്ത്രിയുടെ എന്ത് കാര്യങ്ങൾ, ഏത് വിവരവും അന്വേഷിക്കാനായിട്ട് പ്രസിഡന്റിന് അധികാരമുണ്ട്. He can
മേക്ക് ദ ഫോർമേഷൻ ഓഫ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ, അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. സോ ഹി ക്യാൻ സീക്ക് ഇൻഫർമേഷൻ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് കേന്ദ്ര ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളുടെയും വിവരം ചോദിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു മന്ത്രിസഭയുടെ ആലോചിക്കാണ്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ തീരുമാനം എടുത്താൽ അതേ പറ്റിയിട്ടെല്ലാം വിശദീകരണം പ്രധാനമന്ത്രിയോട് ചോദിക്കാൻ നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇത്രയൊക്കെയാണ് പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നത്? ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ആർ ടേക്കൺ ഇൻ ദ നെയിം ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. അതുപോലെ പ്രസിഡന്റിന് ചില റൂൾസ്, നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമുണ്ട് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും. അതായത് പ്രസിഡന്റിന്റെ കാര്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതുപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രധാനപ്പെട്ട റൂൾസ് എല്ലാം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. ഹി ക്യാൻ അപ്പോയിന്റ്, ഇത്രയും പേരെ അപ്പോയിന്റ് ചെയ്യാൻ, ഈ പ്രധാനപ്പെട്ട പല തസ്തികകളിലും പല വകുപ്പുകളിലും ഇരിക്കുന്ന ആളുകളെ അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ്. പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ കമ്മീഷണേഴ്സ്, അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ്, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് UPSC, സ്റ്റേറ്റ് ഗവർണേഴ്സ്, ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് സോ ഓൺ. ഇത്രയൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. അതേപോലെ യൂണിയൻ ടെറിട്ടറീസിന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വഴി യൂണിയൻ ടെറിട്ടറിയുടെ ഭരണം നടത്താനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഏതെങ്കിലും ഒരു ഏരിയനെ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യാനുള്ള പവർ ഇന്ത്യൻ പ്രസിഡന്റിനാണ് ഉള്ളത്. അതേപോലെ പ്രധാനമന്ത്രിയോട് പ്രധാനപ്പെട്ട ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വിശദീകരണവും ഏത് വിവരവും ചോദിച്ചറിയാനുള്ള പവർ ഉണ്ട്. ഏതെങ്കിലും മന്ത്രി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമായിട്ട് മന്ത്രിസഭയായിട്ട് ആലോചിക്കേണ്ട എടുക്കുന്ന എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളുടെ തീരുമാനവും അതുമായിട്ട് ബന്ധപ്പെട്ട വിശദീകരണവും ഒക്കെ പ്രൈം മിനിസ്റ്റർക്ക് ചോദിക്കാനുള്ള പവർ ഉണ്ട്. അതേപോലെ കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ അധികാരം. അതേപോലെ ഹി ക്യാൻ അപ്പോയിന്റ് എ കമ്മീഷൻ. എന്തിനാണ്? ഈ SC, ST, OBC കാറ്റഗറിയിലുള്ള അവരുടെ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്താൻ വേണ്ടി, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ഫോം ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഇത്രയുമാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന്റെ രണ്ടാമത്തെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ അധികാരമാണെങ്കിൽ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ അധികാരങ്ങളാണ്. പ്രസിഡന്റിന് പല കാര്യങ്ങളിലും ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സമ്മൺ ആൻഡ് പ്രൊറോഗ് ദ പാർലമെന്റ്, ഡിസോൾവ് ലോക്സഭ, ജോയിന്റ് സിറ്റിംഗ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ എന്താണ്? സമ്മൺ ആൻഡ് പ്രൊറോഗ് പാർലമെന്റ് വിളിച്ചു കൂട്ടാനും പാർലമെന്റ് പിരിച്ചുവിടാനുമുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും പാർലമെന്റിനെ വിളിച്ചു കൂട്ടാനും പാർലമെന്റിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. ഡിസോൾവ് ലോകസഭയെ പിരിച്ചുവിടാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റിന് വേണമെങ്കിൽ ലോകസഭയെ പിരിച്ചുവിടാം. ലോകസഭ നമുക്കറിയാം, ലോകസഭയ്ക്ക് ഒരു കാലാവധി, എപ്പോഴും ലോകസഭ ഇലക്ഷൻ നടക്കുന്നതാണ്. പക്ഷെ രാജ്യസഭ അങ്ങനെയല്ല. രാജ്യസഭ ഒരു പെർമനന്റ് ആയിട്ടുള്ള സഭയാണ് അല്ലെ. അത് അവിടെ നമ്മൾ പിരിച്ചുവിടുന്ന കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത് ഡിസോൾവ് ലോകസഭ എന്ന് പറഞ്ഞത്. അതേപോലെ ജോയിന്റ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോകസഭയെയും രാജ്യസഭയെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടി ജോയിന്റ് സിറ്റിംഗ് നടത്താനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ജോയിന്റ് സിറ്റിംഗ് വിളിക്കുന്നത്. അപ്പൊ ഡിസോൾവ് ലോകസഭ, സമ്മൺ ആൻഡ് പ്രൊറോഗ് പാർലമെന്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്, ഇതെല്ലാം പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ വരുന്നതാണ്. ഇനി പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് സർട്ടൻ ബിൽസ്. ചില ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോൾ ഒരു നിയമം വരികയാണെങ്കിൽ ആദ്യം എന്താ ചെയ്യുന്നത്? അതിനൊരു ബില്ലുണ്ട്. ആ ബില്ല് ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി പ്രസിഡന്റിന്റെ അടുത്ത് എത്തിച്ച് പ്രസിഡന്റ് ആ ബില്ല് സൈൻ ചെയ്ത് കഴിയുമ്പോഴാണ് അതൊരു നിയമമായിട്ട്, ഒരു ആക്ട് ആയിട്ട് മാറുന്നത് അല്ലേ. ചില ബിൽസിന് പ്രിയർ റെക്കമെൻഡേഷൻ വേണം. പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ചില ബില്ലുകൾ പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ, ലോകസഭയ്ക്ക് രാജ്യസഭയ്ക്കും ഒക്കെ. അങ്ങനത്തെ ബില്ലുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ബൗണ്ടറി അതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഏരിയ കൂട്ടുകുറയ്ക്കുകയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്ന് രണ്ടാക്കിയില്ലേ, ഇത്തരം കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുകയാണ് അല്ലെ, പുതിയൊരു സംസ്ഥാന രൂപീകരണം. അപ്പോൾ ഓൾറെഡി ഉള്ള സംസ്ഥാനങ്ങളുടെ ഏരിയ ബൗണ്ടറി പുനർനിർണ്ണയം, അതുപോലെ ഇപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പണം പിൻവലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരുടെ പ്രിയർ റെക്കമെൻഡേഷൻ വേണം? പ്രസിഡന്റിന്റെ പ്രിയർ റെക്കമെൻഡേഷനോട് കൂടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് സർട്ടൻ ബിൽസ് എന്ന് പറയുന്നത്. ഇനി അഡ്രസ് സെഷൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന പാർലമെന്റിന്റെ സെക്ഷനിലും അതുപോലെ ഓരോ വർഷത്തെ ആദ്യത്തെ സെഷനിലും അഡ്രസ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് അഡ്രസ് ചെയ്യണത്. ഏതൊക്കെ സമയത്താണ്? ഒരു ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന, ഒരു പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ പാർലമെന്റിന്റെ സെഷനും അതുപോലെ ഓരോ വർഷത്തെ ആദ്യത്തെ സെഷനെയും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഈ 12 മെമ്പേഴ്സ് നോമിനേഷൻ,
അതായത് നമ്മുടെ പാർലമെന്റിൽ രാജ്യസഭയിലോട്ട് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്. 12 അംഗങ്ങൾ കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം, ആർട്ട്, ലിറ്ററേച്ചർ, സയൻസ് ആൻഡ് സോഷ്യൽ സർവീസ്, ഈ 4 ഏരിയയിലെയും പ്രാഗൽഭ്യമുള്ള ആളുകളെ അവരെ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം, 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറിലുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്ത ഏതെങ്കിലും മെമ്പർ നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യണം. നോക്കട്ടെ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതൊക്കെ അറിയാനും പഠിക്കാനും താല്പര്യമുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരു മലയാളി മെമ്പറിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയാണ് പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നത്? കല, ശാസ്ത്രം, സാഹിത്യം, സാമൂഹ്യ സേവനം, അല്ലെ, ആർട്ട്, സയൻസ്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്, ഇങ്ങനെ 12 പേരെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അതേപോലെ 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഇപ്പൊ നമ്മൾ 104ാം അമെന്റ്മെന്റ് വന്നപ്പോൾ ഈ ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ എടുത്ത് മാറ്റി, അല്ലെ. അതിനു മുന്നേ ലോകസഭയിലോട്ട് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിമാരെ നോമിനേറ്റ് ചെയ്തിരുന്നു, അതും ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഇനി പവർ ഓൺ ബിൽസ്. നമുക്കറിയാം, ഒരു നിയമം അത് നിയമമായിട്ട് വരുന്നതിന് മുന്നേ ബില്ല് അവതരിപ്പിക്കും. ലോകസഭയിലും രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് 2 സഭയും പാസ്സാക്കി പ്രസിഡന്റ് സൈൻ ചെയ്താണ് ബില്ല് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ബില്ല് ഇതുപോലെ ലോകസഭയും രാജ്യസഭയും പാസ്സാക്കി ഒരു ബില്ല് പ്രസിഡന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പ്രസിഡന്റിന് എപ്പോഴും ആ ബില്ല് സൈൻ ചെയ്യണമെന്നൊന്നുമില്ല. പ്രസിഡന്റിന് അസെന്റ് ചെയ്യാം, ആ ബില്ലിനകത്ത് പ്രസിഡന്റിന് സമ്മതം കൊടുക്കാം, അല്ലെങ്കിൽ ഹി ക്യാൻ വിത്ത്ഹോൾഡ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ ആ ബില്ല് ഇങ്ങനെ പിടിച്ചു വെക്കാം. അത് ബില്ലിന് അസെന്റ് കൊടുക്കാണ്ട് അദ്ദേഹത്തിന് ബില്ല് തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. സംടൈംസ് ഹി മേ റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ ഓഫ് ദ പാർലമെന്റ്. അതായത് ഈ ബില്ലിനെ വീണ്ടും ഒന്നോടെ നിങ്ങൾ പരിഗണിക്കൂ, എനിക്കിപ്പോൾ സൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ തിരിച്ചയക്കാനും പ്രസിഡന്റിന് അധികാരമുണ്ട്. അപ്പൊ ബില്ലിന്റെ മേലെ ഇത്ര അധികാരങ്ങൾ പ്രസിഡന്റിനുണ്ട്. ഓക്കെ, മണി ബില്ലിന്റെ കേസിൽ ഈ ഒരു റീകൺസിഡറേഷന് വേണ്ടിയിട്ട് അയക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മണി ബില്ലിന് ബാധകമല്ല, ബാക്കി ബിൽസിനൊക്കെ ഇത് ചെയ്യാൻ പറ്റും. പ്രസിഡന്റിന് ബില്ലിന്മേലുള്ള പവേഴ്സ് എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ അസെന്റ് ദ ബിൽ, ഹി ക്യാൻ withhold the bill, അല്ലെങ്കിൽ ഹി മേ സെൻഡ് ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ ഓഫ് ദ പാർലമെന്റ്. ഇതൊക്കെ പ്രസിഡന്റിന്റെ അധികാരത്തിൽ വരുന്നതാണ്, ലെജിസ്ലേറ്റീവ് പവേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ബില്ലിന്മേലുള്ള അധികാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ബില്ലിനെ പറ്റിയൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ പാർലമെന്റ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ അത്യാവശ്യം പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഇത്രയും കാര്യങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. അതേപോലെ ബില്ലിൽ വേറെയും ഉണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു ബില്ല് കാലതാമസം വന്നാലൊക്കെ പ്രസിഡന്റിന് അതിനെപ്പറ്റി ചോദിക്കാനുള്ള വിശദീകരണം ചോദിക്കാനൊക്കെ ഉള്ള അധികാരം ഇവിടെ വരുന്നതാണ്. പിന്നെ CAG ഫിനാൻസ് കമ്മീഷൻ UPSC ചെയർമാൻ, CAGയുടെയും ഫിനാൻസ് കമ്മീഷന്റെ UPSC ചെയർമാന്റെയും ഒക്കെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ കൊടുക്കുന്നത് പ്രസിഡന്റ് ആണ്. CAG ഫിനാൻസ് കമ്മീഷൻ, UPSC കമ്മീഷൻ, ഇവരുടെയൊക്കെ റിപ്പോർട്ടുകൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട പല റിപ്പോർട്ടുകളും പാർലമെന്റിന് സമർപ്പിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അങ്ങനെ ഒരു പവറും അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. അതുപോലെ ഡിസ്ക്വാളിഫിക്കേഷൻ, പാർലമെന്റ് മെമ്പേഴ്സിന്റെ ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അയോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആലോചിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. അതുപോലെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്. പ്രസിഡന്റിന് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്. അതായത് പാർലമെന്റ് സെഷൻ ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും. ഇങ്ങനെ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ പിന്നീട് ഈ പാർലമെന്റ് 2 സെഷൻസും വരുന്ന സമയത്ത് അവര് ഇത് പാസ്സാക്കണം. 6 മാസത്തിനുള്ളിൽ തന്നെ അവരത് പാസ്സാക്കണം ഓർഡിനൻസ്. ഈ ഓർഡിനൻസ് എപ്പോൾ വേണമെങ്കിലും പ്രസിഡന്റിന് പിൻവലിക്കാനും പറ്റും. അതാണ് ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാർലമെന്റ് സെഷൻ ഇല്ലാത്ത സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പറ്റും. പിന്നീട് പാർലമെന്റ് കൂടുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം? ഈ പ്രസിഡന്റ് പുറപ്പെടുവിച്ച ഓർഡിനൻസിന് 6 മാസത്തിനുള്ളിൽ തന്നെ അത് പാസ്സാക്കണം. ഇനി പ്രസിഡന്റിന് എപ്പോൾ വേണമെങ്കിലും ഈ ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരവുമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. അതേപോലെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ഇവർ വേക്കന്റ് ആവുന്ന സമയത്ത് അവർ സ്ഥാനത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രസിഡന്റ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പറിനെ, ഇപ്പൊ ലോകസഭയിലാണെങ്കിൽ ആരാണ് ലോകസഭയെ അഡ്രസ് ചെയ്യുന്നത്? ലോകസഭയെ അഡ്രസ് ചെയ്യുന്നത് സ്പീക്കറാണ്, അല്ലെ? സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വേറെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ആ സ്ഥാനത്തേക്ക് പറയാനുള്ള അധികാരം, തിരഞ്ഞെടുക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിൽ ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? രാജ്യസഭാ ചെയർമാൻ ഉപരാഷ്ട്രപതിയാണ്, വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ആ സീറ്റും ഒരു ആബ്സെൻസ് ആണ്. ആ സീറ്റ് വേക്കന്റ് ആണെങ്കിലും വേറെ ഏതെങ്കിലും ഒരു മെമ്പറിനെ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് പറഞ്ഞത്. ഇപ്പൊ ഏതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിനെ വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്, ലോകസഭയെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടാനുള്ള അധികാരമുണ്ട്,
പിന്നെയോ ഓരോ വർഷത്തെയും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പാർലമെന്റിന്റെ സെഷനിലും അതുപോലെ തന്നെ ഒരു വർഷത്തെ ആദ്യത്തെ സെഷനിലും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യുന്നത് പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. പിന്നെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു ബില്ല് പ്രസിഡന്റിന്റെ കയ്യിൽ എത്തിയാൽ ആ ബില്ല് അസെൻഡ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, റീകൺസിഡറേഷന് വേണ്ടി തിരിച്ചയക്കാം. ഇതൊക്കെ പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവറിൽ വരുന്നതാണ്. ഇനി ഏതെങ്കിലും ബില്ല് വൈകുകയാണെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാനുള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. ഇനി പ്രസിഡന്റിന്റെ പ്രിയർ റെക്കമെൻഡേഷനോടുകൂടി മാത്രമേ ചില ബില്ലുകൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സംസ്ഥാനങ്ങളുടെ അതിർത്തി പുനർനിർണ്ണയം അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ പുതിയൊരു സംസ്ഥാനം രൂപീകരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പ്രസിഡന്റിന്റെ പ്രിയർ റെക്കമെൻഡേഷനോടുകൂടി മാത്രമേ ബില്ല് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രസിഡന്റിന് ഓർഡിനൻസ് മേക്കിംഗ് പവേഴ്സ് ഉണ്ട്. അതേപോലെ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ ആരെങ്കിലും ആ സ്ഥാനത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വേറൊരു മെമ്പറിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഏതെങ്കിലും അംഗങ്ങളുടെ അയോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. CAG, ഫിനാൻസ് കമ്മീഷൻ, UPSC ചെയർമാൻ പോലെയുള്ള പ്രധാനപ്പെട്ട പല റിപ്പോർട്ടുകളും പാർലമെന്റിലോട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റാണ്. അതേപോലെ പ്രസിഡന്റ് 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ആർട്സ്, സയൻസ്, ലിറ്ററേച്ചർ, സോഷ്യൽ സർവീസ് ഈ 4 ഏരിയയിൽ പ്രാഗൽഭ്യം ഉള്ള 12 അംഗങ്ങളെ രാജ്യസഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ പ്രസിഡന്റിനുണ്ട്. ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സും ലെജിസ്ലേറ്റീവ് പവേഴ്സും കണ്ടു. അപ്പൊ ആലോചിക്കുക എത്ര കാര്യങ്ങളിലാണ് നമ്മുടെ പ്രസിഡന്റിന്റെ അധികാരം വരുന്നത് അല്ലെ. പ്രധാനപ്പെട്ട ഇത്രയും ആളുകളെ അപ്പോയിന്റ് ചെയ്ത് തന്നെ നമ്മുടെ പ്രസിഡന്റ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ. പ്രധാനമന്ത്രി, മന്ത്രിമാര്, അറ്റോർണി ജനറൽ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാന് മെമ്പേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ ചെയർമാന് മെമ്പേഴ്സ്, UPSC ചെയർമാന് മെമ്പേഴ്സ്, ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് പ്രധാനപ്പെട്ട പല റൂൾസും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ആർ ടേക്കൺ ഇൻ ഹിസ് നെയിം ആണ്. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ഒക്കെ സിറ്റുവേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പെർട്ടിക്കുലർ ഏരിയനെ ഷെഡ്യൂൾഡ് ഏരിയയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. യൂണിയൻ ടെറിട്ടറീസിന്റെ ഭരണം അഡ്മിനിസ്ട്രേറ്റർ വഴി നേരിട്ട് നടത്താനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്ത് കാര്യത്തിന് എപ്പോൾ വേണമെങ്കിലും ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വിവരം ചോദിക്കാനുള്ള അധികാരമുണ്ട്. ഏതെങ്കിലും മന്ത്രിസഭയോട് ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യത്തിൽ തീരുമാനം എടുത്താൽ അതിന്റെ വിശദീകരണം ചോദിക്കാനായിട്ട് പ്രസിഡന്റിന് പവർ ഉണ്ട്. അതേപോലെ പ്രസിഡന്റിന് ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ ഫോം ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ വരുന്നതാണ്. ഇനി ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആണെങ്കിൽ പാർലമെന്റ് വിളിച്ചുകൂട്ടുക, പിരിച്ചുവിടുക, ലോക്സഭ പിരിച്ചുവിടുക, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടുക, പാർലമെന്റിലെ ആദ്യത്തെ സെഷൻ, ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യത്തെ സെഷനെയും ജനറൽ ഇലക്ഷൻ ആയിട്ടുള്ള ആദ്യത്തെ സെഷനെയും അഭിസംബോധന ചെയ്യാനായിട്ടുള്ള പവർ പ്രസിഡന്റിനാണ്. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട് പ്രസിഡന്റിന്. അതുപോലെ എല്ലാ ബില്ലിലും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റും. ബില്ല് അസെൻഡ് ചെയ്യാം, ബില്ല് റീസെന്റ് ചെയ്യാൻ റീകൺസിഡറേഷൻ ഇട്ട് അയക്കാൻ പറ്റും, ബില്ലിനെ വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട പാർലമെന്റിലെ അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ലോക്സഭ, രാജ്യസഭ അധ്യക്ഷ പദവിയിലോട്ട് അവിടെ എല്ലാ ആളുകളെ വേക്കന്റ് ആണെങ്കിൽ പ്രസിഡന്റിനെ വേറെ ആളുകളെ അയക്കാൻ പറ്റും. CAG, ഫിനാൻസ് കമ്മീഷൻ, അതുപോലെ UPSC ചെയർമാന്റെ ഒക്കെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ സമർപ്പിക്കുന്ന പ്രസിഡന്റ് ആണ്. പിന്നെ പ്രധാനപ്പെട്ട പല ബില്ലുകളും പ്രസിഡന്റിന്റെ പ്രെയർ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. 12 അംഗങ്ങളെ രാജ്യസഭയിലിട്ട് നോമിനേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് പറ്റും. പിന്നെ അദ്ദേഹത്തിന് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്. ഇതൊക്കെയാണ് പ്രസിഡന്റിന്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആയല്ലോ. പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സും ലെജിസ്ലേറ്റീവ് പവേഴ്സും നമ്മൾ കണ്ടു. അടുത്തത് പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് ആണ്. ഫിനാൻഷ്യൽ പവേഴ്സും ജുഡീഷ്യൽ പവേഴ്സും കൂടെ നമുക്ക് ഇന്ന് നോക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഒരുപാട് ആവുമെന്ന് വിചാരിക്കേണ്ട. പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മണി ബില്ല്. നമ്മൾ മുന്നേ പറഞ്ഞു ചില ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് പ്രിയർ റെക്കമെൻഡേഷൻ വേണം. അതുപോലെ ഒരു ബില്ലാണ് മണി ബില്ല്. മണി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് പ്രിയർ റെക്കമെൻഡേഷൻ വേണം. ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പാർലമെന്റ് പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവറിലെ ഒന്നാമത്തെ പോയിന്റ് ഇത് മനസ്സിലാക്കുക. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെന്റ് ഓൺലി വിത്ത് ദ പ്രിയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ പ്രിയർ റെക്കമെൻഡേഷനോട് മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? യൂണിയൻ ബഡ്ജറ്റ് ആണ് അല്ലെ. യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും. നോ ഡിമാൻഡ് ഫോർ എ ഗ്രാന്റ് ക്യാൻ ബി മെയ്ഡ് എക്സെപ്റ്റ് ഓൺ ഹിസ് റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രാന്റ് എന്താണ്? പണം, പല ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നതിനാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു ഗ്രാന്റ് അനുവദിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രസിഡന്റാണ് അനുവദിക്കുന്നത്. പ്രസിഡന്റിന്റെ അനുവാദം ഇല്ലാണ്ട് ഒരു ഗ്രാന്റും എടുക്കാൻ പറ്റില്ല. ഒരു ഗ്രാന്റ് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല എക്സെപ്റ്റ് ഓൺ ഹിസ് റെക്കമെൻഡേഷൻ. ഇപ്പൊ ഗ്രാന്റ് ഒക്കെ പ്രസിഡന്റിന്റെ അനുവാദത്തോടു കൂടി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ.
ഇനി മേക്ക് അഡ്വാൻസസ് ഔട്ട് ഓഫ് കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ, ഈ കണ്ടിജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നു രാജ്യത്തിന്, ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഒക്കെ ഒരു അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് മുൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാണ്ട് പെട്ടെന്ന് വരുന്ന ഒരു ചെലവ്, അങ്ങനത്തെ ഒരു ചെലവ് വന്നാൽ ഈ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പണം എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കണ്ടിജൻസി ഫണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ടിജൻസി ഫണ്ടിൽ നിന്നും പണം പ്രസിഡന്റിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റും. പ്രസിഡന്റിന് മാത്രമേ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് ഇങ്ങനെ പണം അഡ്വാൻസ് കൊടുക്കാൻ പറ്റും. പ്രസിഡന്റിന്റെ ഒരു ഫിനാൻഷ്യൽ പവറിൽ വരുന്നതാണ്. ഒരു അൺഫോർസീൻ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ടിജൻസി ഫണ്ടിൽ നിന്ന് പണം കൊടുക്കാനായിട്ട് ഉള്ള, അഡ്വാൻസ് കൊടുക്കാനായിട്ടുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. ഓക്കെ. കേന്ദ്ര സംസ്ഥാന ധനവിനിയോഗം സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ആ ഒരു പവർ പ്രസിഡന്റിനുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ്. ഒന്ന് പറഞ്ഞു നോക്കിക്കുക ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ മണി ബില്ലാണ്. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ് ആണ്. ഗ്രാന്റ് അനുവദിക്കുന്നത് പ്രസിഡന്റ് ആണ്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അല്ലെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബഡ്ജറ്റ് പ്രസിഡന്റ് നിർദ്ദേശപ്രകാരമാണ് അത് അവതരിപ്പിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ, അതിന് വേണ്ടിയിട്ട് കണ്ടിജൻസി ഫണ്ടിൽ നിന്നും അഡ്വാൻസ് അത് പ്രസിഡന്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ ഓരോ 5 വർഷങ്ങൾക്ക് ശേഷവും ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരവും ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഇത്രയുമാണ് പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജുഡീഷ്യൽ പവേഴ്സ് കൂടി നോക്കാം. ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഹി അപ്പോയിന്റ് CJI ആൻഡ് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതായത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. മുന്നേ നമ്മൾ അപ്പോയിന്റ്മെന്റിന്റെ കേസിൽ നമ്മൾ എക്സിക്യൂട്ടീവ് പവേഴ്സിൽ പറഞ്ഞപ്പോൾ, നമ്മൾ അപ്പോയിന്റ്മെന്റ് പറഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞല്ലോ, ഇത് ഇവിടെ ജുഡീഷ്യൽ പവറിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ജുഡീഷ്യൽ പവറിൽ വരുന്നതാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിമാര്, ഹൈക്കോടതി ജഡ്ജിമാര്, ഇവരെല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവർ ആണത്. He can seek advice from സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ്, ഉപദേശം തേടാനായിട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറയുന്ന ആ ഉപദേശം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് പ്രസിഡന്റിന്റെ ഇഷ്ടമാണ്. ആ കോടതി അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുക്കാമെന്ന് നിർബന്ധമില്ല. നിയമപരമായ ഏത് കാര്യത്തിലും സുപ്രീം കോടതിയോട് അഡ്വൈസ് എടുക്കാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട്. ഇനി he can grant pardon, reprieve, respite, remission of punishment or suspend, remit or commute the sentence. ഇത്രയും കേട്ടിട്ടൊന്നും ഞെട്ടുണ്ടായി, നമ്മൾ പിന്നീട് നമുക്ക് പഠിക്കാം. പാർഡനിങ് പവർ ഓഫ് ദ പ്രസിഡന്റിൽ ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. ഒരു കോടതി ഒരാൾക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ഇളവ് വരുത്താനോ അല്ലെങ്കിൽ അതൊന്ന് പുനഃപരിശോധിക്കാനോ വേണമെന്ന് വെച്ചാൽ ആ ശിക്ഷ പിൻവലിക്കാനോ ഉള്ള അധികാരം നമ്മുടെ പ്രസിഡന്റിനുണ്ട്. കോർട്ട് മാർഷൽ, രാഷ്ട്ര നിയമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, വധശിക്ഷ, ഇങ്ങനത്തെ കാര്യത്തിലാണെങ്കിലും അതിനൊക്കെ ഇളവ് കൊടുക്കാനായിട്ട് പ്രസിഡന്റിന് പവർ ഉണ്ട്. അപ്പൊ പ്രസിഡന്റിന് ഇങ്ങനൊരു പവറും കൂടി ഉണ്ട്. ഒരാളെ ശിക്ഷ വിധിച്ചാൽ ആ ശിക്ഷയിൽ ഒരു കോടതി വിധിക്കുന്ന ഒരു പണിഷ്മെന്റിന് മേലെ ആ പണിഷ്മെന്റ് അത് പുനഃപരിശോധിക്കുക, ഇളവ് വരുത്തുക, വേണമെങ്കിൽ പിൻവലിക്കാനും ഒക്കെ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഇത് പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ ആണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും ജുഡീഷ്യൽ പവർ നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് ജുഡീഷ്യൽ പവർ എന്ന് പറഞ്ഞാൽ? സുപ്രീം കോടതി, ഹൈക്കോടതി, ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസിനെ എല്ലാം അപ്പോയിന്റ് ചെയ്തത് പ്രസിഡന്റ് ആണ്. അതുപോലെ ഏത് കാര്യത്തിലും, നിയമപരമായ ഏത് കാര്യത്തിലും സുപ്രീം കോടതിയുടെ അഡ്വൈസ് ചോദിക്കാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ട്. പക്ഷെ ആ അഡ്വൈസ് സ്വീകരിക്കണോ വേണ്ടോ എന്നുള്ളത് പ്രസിഡന്റിന്റെ ഡിസിഷൻ ആണ്. അതേപോലെ പല ശിക്ഷകൾക്കും ഇളവ് കൊടുക്കുക, പുനഃപരിശോധിക്കുക, ക്യാൻസൽ ചെയ്യുക, വേണമെങ്കിൽ പിൻവലിക്കാനൊക്കെ ഉള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. ഇത്രയാണ് അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവേഴ്സ് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ്, ലെജിസ്ലേറ്റീവ് പവേഴ്സ്, ഫിനാൻഷ്യൽ പവേഴ്സ്, ജുഡീഷ്യൽ പവേഴ്സ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 57 എലിജിബിലിറ്റി ഫോർ റീഇലക്ഷൻ, ആർട്ടിക്കിൾ 59 കണ്ടീഷൻസ് ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ്, ആർട്ടിക്കിൾ 61 procedure of impeachment, article 52 there shall be a president, article 53 executive powers, article 54 election of president, article 55 manner of election, article 56 term of the office of president, article 57 eligibility for re-election, article 58 eligibility and qualification of president, article 59 conditions of president's office, article 60 oath or affirmation of the president, article 61 procedure of impeachment. അല്ലേ? ഇപ്പം ഇത്രയും ആർട്ടിക്കിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ. ഇന്നലെ നമ്മൾ VV ഗിരിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടല്ലോ? ഇല്ലെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യണം. ഞാനിപ്പോൾ ചോദിച്ചതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഓർമ്മയില്ലെങ്കിൽ അയ്യോ ഞാൻ മറന്നുപോയോ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്ന് പോയി നോക്കാൻ തോന്നില്ലേ? അപ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചത് റിവൈസൂടെ ചെയ്ത് പോകണം, എന്നാലേ നമുക്കത് ഓർമ്മയിൽ നിൽക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസും കൃത്യമായിട്ട് നോക്കി അത് സെപ്പറേറ്റ് നിങ്ങൾ ഒരു പേജിൽ നോട്ട് ചെയ്ത് വെക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
UPSC ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? UPSC ചെയർമാനെയും അംഗങ്ങളെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു മണി ബില്ല് അവതരിപ്പിക്കുവാൻ പ്രസിഡന്റിന്റെ പ്രിയ റെക്കമെൻഡേഷൻ ആവശ്യമുണ്ടോ ഇല്ലയോ? ആവശ്യമുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ എന്ന് ക്വസ്റ്റ്യൻ നമ്പർ 2 ഇട്ട് കമന്റ് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ, ലോകസഭയെ പിരിച്ചുവിടാനുള്ള ഒരു അധികാരം ഇന്ത്യൻ പ്രസിഡന്റിന് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നന്നായി പഠിക്കണം. നമ്മൾ മെയിൻ എക്സാമിനേഷൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോയാൽ ഉറപ്പായിട്ട് എക്സാമിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. PSC എക്സാം ഗൈഡിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വിവരം അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.